ഹേ ഗായ്സ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോഴത്തെ ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് മുന്നേ എടുത്തതാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഏതായാലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ടെർമിനൽ 2 എന്നാണ്, ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 എന്നാണ് ഞാൻ പോകുന്നത്. കയറി ചെത്താൻ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ കൗണ്ടറിൽ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഞാൻ കയറി ചെന്നു. ആദ്യം തന്നെ നമ്മുടെ SH ഭാഗത്തേക്ക് കിടന്നപ്പോൾ തന്നെ ഞാൻ അത്രയും വണ്ടർ അടിച്ചു പോയി. ബിക്കോസ് ആരായാലും വണ്ടർ അടിച്ചു പോകും. അത്രയ്ക്ക് നല്ലൊരു ഇന്റീരിയർ ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും കൗണ്ടേഴ്സിൽ നിന്ന് ഗേറ്റ്സിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഒരു തുള്ളി പോലും ബോറടിക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു മോളിലൊക്കെ കയറിയ പോലുള്ള ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദിവസം മാക്സിമം എന്നെ കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഗേറ്റ്സിലേക്ക് നടന്നു കേട്ടോ. ബോർഡ് ചെയ്യാൻ ടൈം ആയിരുന്നു. നമ്മളെ ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോകും അതുപോലത്തെ ഒരു ഫീൽ, ഒരു എയർപോർട്ടാന്നുള്ളത് ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ഭയങ്കര ഗ്രാൻഡ് മാളൊക്കെ ആയിട്ടുള്ള അതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സീറ്റ് 1 ആൽഫ ആയിരുന്നു, വിച്ച് മീൻസ് ബിസിനസ് ക്ലാസ്. ഫ്രണ്ട് കൗണ്ടറിൽ ഇരുന്നുകൊണ്ടുള്ള ഓരോ ഉപകാരങ്ങളാണ്. ഏതായാലും ഗേറ്റ്സിൽ നിന്ന് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് വിട്ടു. ഇത് നമ്മുടെ എക്സ്പ്രസിൻ്റെ പുതിയ ലോഗോ അല്ലെങ്കിൽ പുതിയ ഡിസൈനുള്ള എക്സ്പ്രസിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ 1 ആൽഫ ഫസ്റ്റ് സീറ്റ് ആയിരുന്നു, ഫസ്റ്റ് റോളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു. എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ആകെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന 3 ഓപ്ഷനെ എത്രയൊക്കെ ഞാനതിൽ നോക്കിയിട്ടും കാണുന്നുള്ളൂ. ആൻഡ് ഈവൻ അതിലാണെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഫ്ലൈറ്റ് മെല്ലെ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എയർ ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനമായിട്ടുള്ള A350 ഞാൻ അങ്ങനെ കണ്ടത്. കുറച്ച് നേരത്തിന് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ആ ഒരു മയക്കത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നാട്ടിലെത്തി. കുഞ്ഞു ബാഗിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നെ നേരെ ഫ്രണ്ട്സിനോട് വീട്ടിലേക്ക്.